ഹായ് ഗൈസ്, ഇന്ന് ഞാൻ മാങ്ങ അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ ആണ് ഇടുന്നത്. അത് മുറിച്ച് പീസാക്കി വച്ചേക്കുന്നത്. അതിനാവശ്യമുള്ള സാധനം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, കായം പൊടി, അതിനാവശ്യമുള്ള അച്ചാർ പൊടി. ഇനി ഈ കടായിലേക്ക് ഈ മാങ്ങ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഉപ്പിലിട്ട മാങ്ങ കടായിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് ഇനി വെളുത്തുള്ളി ആഡ് ചെയ്യാൻ പോവാണ്. പച്ചമുളക് ആഡ് ചെയ്യാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. ബാക്കി കറിവേപ്പില താളിക്കുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ മിക്സ് ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. ആവശ്യത്തിനുള്ള കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാണ്. ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് എരിവൊന്നും ഇടുന്നില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള അച്ചാർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലാം സെറ്റായി വരുന്നത് വരെ നല്ല ശരിക്കും മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. മുളകും ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ല പാകമായി വരുമ്പോഴത്തേനും അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഇതാണല്ലോ മാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ. ഇനി വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ചേർക്കുന്നു കേട്ടോ. ഇനി അതേ കടായി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഇച്ചിരി നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ഒരു 2 സ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ച കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അച്ചാർ എല്ലാം സെറ്റാകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ആ കടായിലേക്ക് ഇച്ചിരി മാങ്ങ കോരിയിട്ട് വീണ്ടും നമുക്കൊരു സ്മെല്ലൊക്കെ നല്ല കിട്ടാൻ വേണ്ടി അതും കൂടി അതിനകത്തേക്ക് ഇടാം. അച്ചാർ സൂപ്പറായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇച്ചിരി കായം പൊടി ഇടാനുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി കായപ്പൊടി അതിനകത്തേക്ക് ചേർക്കുകയാണ്. നന്നായി ഇളക്കി കായപ്പൊടി ഇട്ട് ഇനി ഇച്ചിരി വിനാഗിരി ഒഴിക്കാം കേട്ടോ. മാങ്ങ ആയത് കാരണം കൊണ്ട് ഇത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ. പുളിയില്ലാത്ത മാങ്ങയായിരുന്നു, അത് കാരണം കൊണ്ടാണ് വിനാഗിരി ഒഴിച്ചത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ.
ശരിക്കും ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ അച്ചാർ സൂപ്പറായിട്ടുണ്ട്. ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.